നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി ജയിലിൽ നിരാഹാര സമരം കിടന്ന രാഹുൽ ഈശ്വർ കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന് ട്രിപ്പ് ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. എന്നാലും മുഖത്തൊക്കെ ചെറിയ ക്ഷീണം കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ആശുപത്രി കിടക്കയിൽ കിടന്ന് പറയുന്നുണ്ട്, ഞാൻ ജലപാനം പോലും തൊട്ടിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. നിങ്ങൾ വെള്ളം കുടിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് അത് നിങ്ങൾ തിരുത്തി പറയണം. ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു യുവതി പരാതി നൽകിയല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നും രണ്ടുമല്ല, ഇനി അതിന് അധികവും പരാതി വരും, കാലം അതല്ലേ എന്ന് പറഞ്ഞാണ് രാഹുൽ ഈശ്വർ പാസ് ചെയ്തു പോയത്. മാത്രമല്ല രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, ഇനിയും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കും, അതെനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നാളെ വൈകുന്നേരം 5 മണി വരെ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട സാഹചര്യത്തിൽ നാളെ വൈകുന്നേരം 5 മണി വരെയാണ്. ഡിസംബർ 6-ാം തീയതി ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഡിസംബർ 6-ാം തീയതി ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും തെളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഹുലിന്റെ ഓഫീസ് പരിശോധിക്കണം, രാഹുലിന്റെ വീട്ടിൽ കയറിയ ഓഫീസ് പരിശോധിക്കണം എന്നാണ് പോലീസ് മുന്നോട്ട് വെച്ച ആവശ്യം. എന്തായാലും നാളെ വൈകുന്നേരം 5 മണി വരെ പോലീസ് കസ്റ്റഡിയിലായിരിക്കും രാഹുൽ ഈശ്വർ ഉണ്ടാവുക. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തനിക്ക് ഭക്ഷണം ഒന്നും തന്നെ വേണ്ട എന്നാണ് പറയുന്നത്, വെള്ളവും വേണ്ട, താൻ നിരാഹാരം ഇരിക്കും, നിരാഹാരം കിടന്ന് ചത്താലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ട്രിപ്പ് കൊടുക്കുമ്പോൾ ഒരു ഉന്മേഷം ഒക്കെ തന്നെ ലഭിക്കും. പക്ഷേ ഡോക്ടറിനോടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് മറ്റൊന്നും വേണ്ട, ഞാൻ പോരാട്ടത്തിലാണ് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ ഈ ഒരു പോരാട്ടം അങ്ങനെ തുടരുകയാണ്. അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും നിരവധി വീഡിയോകൾ ഇപ്പോൾ വരുന്നുണ്ട്. പല ചാനലുകളും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഒരു നിലവാരം വിട്ടുള്ള കളിയാക്കൽ പോലും രാഹുൽ ഈശ്വറിന് നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ദീപ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസവും പ്രതികരിച്ചിരുന്നു, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനെ കുറിച്ച് എനിക്ക് വേവലാതി ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ദീപ രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യ പ്രശ്നത്തിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് ഇവിടെ നിന്നും നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാകുന്നത്. വീട്ടിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും കാര്യങ്ങൾ എടുക്കും. മാത്രമല്ല ഇൻഫോ പാർക്കിലും അദ്ദേഹത്തിന് ഒരു ഓഫീസുണ്ട്, അവിടെ നിന്നും വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. 6-ാം തീയതി വീണ്ടും പരിഗണിക്കും. എന്തായാലും മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചു വരികയാണ് കോടതിയിൽ. എന്തായാലും എന്തായിരിക്കും നിർണായക വിധി എന്ന് നമുക്ക് നോക്കണം. എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വറിനെ എന്നുള്ളതാണ്. എല്ലാ വനിതാ നേതാക്കളും ഇപ്പോൾ രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാൻ, രമ അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. എന്തായാലും രാഹുലിനെതിരെയുള്ള അവൾക്കൊപ്പം അവൾക്കൊപ്പം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിനെതിരെ കടുത്ത നടപടി എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. രാഹുൽ ഈശ്വർ അപ്പോഴും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ ഉണ്ട് എന്നതും വ്യക്തമാവുകയും